ഹായ് കൂട്ടുകാരെ, മാഷ് ടീച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം നാളെയാണ് അല്ലെ. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്സ് കവർ ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡിങ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവ മൂന്നിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ലെയറിങ് എന്നും അതിന്റെ ഘട്ടങ്ങളും, അതേപോലെ എന്താണ് ഗ്രാഫ്റ്റിങ് അതിന്റെ ഘട്ടങ്ങൾ, എന്താണ് ബഡിങ് അതിന്റെ ഘട്ടങ്ങൾ, ഇവ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. ലെയറിംഗ് എന്നുള്ളത് എന്താണ്, പതിവെക്കൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്ലെറ്റ്സ് ബൈ cutting and planting the stem of a mother plant after generating roots from it. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പൊ എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് കമ്പൊട്ടിക്കൽ? Grafting is a method of production of saplings by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. കമ്പൊട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ബഡിങ്. Budding is the method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തെ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഓക്കെ അല്ലേ? എന്താണ് ബഡിങ്, എന്താണ് ഗ്രാഫ്റ്റിങ്, അതേപോലെ എന്താണ് ലെയറിങ് എന്നുള്ള ഒരു
ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഇനി അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സസ്യവും അല്ലെ അതിന്റെ സങ്കര ഇനം വിത്തുകളുടെ പേരും. ഓക്കെ അല്ലെ? പ്ലാന്റ്സും ഹൈബ്രിഡ് സീഡ്സിന്റെ നെയിംസും ചോദിച്ചതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടാബിള് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ചില്ലി അല്ലെ, മുളക്. മുളകിന്റെ സങ്കര ഇനം വിത്തുകളുടെ പേരെന്താണ് മക്കളെ? ഉജ്വല, ജ്വാലാമുഖി അല്ലെ, ഉജ്വലയും ജ്വാലാമുഖിയും. ഇനി അടുത്തത് പയറാണ്. പയറിന്റെ സങ്കരയിനം വിത്തുകളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവ കേട്ടോ. ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. നെല്ലിൻ്റെത് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടേബിൾ ആയിട്ടോ നെക്സ്റ്റ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ വരിക, അതേപോലെ എന്തൊക്കെയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരിക എന്നുള്ളതും അത് കൂടാതെ അതിന്റെ പ്രത്യേകതകളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിലെ ജൈവ വളങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? കൗഡങ്ങളെ, ചാണകം, അതേപോലെ കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, അതേപോലെ കമ്പോസ്റ്റ് വളം, പച്ചില വളം, മുൻവളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവയൊക്കെ ജൈവ വളങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ പെടുന്നതാണ്. ഇപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പെടുന്നത് ഏതൊക്കെയാണ്? രാസവളങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? യൂറിയയും NPK വളങ്ങളും, അതേപോലെ അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫോസ്ഫേറ്റ് എന്നിവ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പെടുന്നതാണ് അല്ലെ, രാസവളങ്ങളില് പെടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങളുടെ കാര്യം തന്നെ നമ്മൾ ആദ്യമായിട്ട് എടുത്താൽ നമുക്ക് എവിടെ നിന്നാണ് ജൈവവളം ലഭിക്കുന്നത്? ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ അല്ലെ, ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ജൈവവളം നമ്മൾ പ്രയോഗിക്കുമ്പോൾ കൂടുതൽ അളവില് വേണ്ടി വരും അല്ലെ, കൂടുതൽ അളവിൽ നമ്മൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റിയില്, കൂടുതൽ അളവിൽ വേണ്ടി വരും. നെക്സ്റ്റ് വൺ, നോട്ട് ഹാർംഫുൾ ടു സോയിൽ അല്ലെ, മണ്ണിന് ദോഷകരമല്ല. ജൈവവളങ്ങളുടെ ഉപയോഗം മണ്ണിന് ദോഷകരമല്ല. അതേപോലെ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. cannot be supplied as a single component അല്ലെ. ഓക്കെ അല്ലേ? നമ്മൾ രാസവളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് രാസവളങ്ങൾ നിർമ്മിക്കുന്നത്? പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി അല്ലെ, രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. നമ്മളെ ജൈവവളത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രാസവളം കുറഞ്ഞ അളവിൽ പ്രയോഗിച്ചാൽ മതി. റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി അല്ലെ, കുറഞ്ഞ അളവില് മതി. അമിതമായ ഉപയോഗം അല്ലെ, രാസവളത്തിന്റെ അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ ആവശ്യമായിട്ടുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ടേബിള് നിങ്ങൾ പഠിച്ചിരിക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പിന്നീട് നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ,
എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണിത് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റെയറിങ് ഓഫ് സിൽക്ക് വേം അല്ലെ, പട്ടുനൂൽ പുഴു വളർത്തലാണ് അല്ലെ. പട്ടുനൂൽ പുഴു വളർത്തലിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലോറികൾച്ചർ ആണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഗ്രോയിങ് ഫ്ലവേഴ്സ് ആണ് അല്ലെ, പുഷ്പകൃഷിയാണ്. അല്ലേ? നെക്സ്റ്റ് വൺ എപ്പികൾച്ചർ ആണ്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ റെയറിങ് ഹണി ബീസ് ആണ് കേട്ടോ, തേനീച്ച വളർത്തലാണ്. നെക്സ്റ്റ് വൺ ഫിസികൾച്ചർ ആണ്. റെയറിങ് ഫിഷ്, മത്സ്യകൃഷിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ക്യൂണികൾച്ചർ ആണ്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. ഓക്കെ അല്ലേ? ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. നെക്സ്റ്റ് വൺ മഷ്റൂം കൾച്ചർ. മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റിംഗ് മഷ്റൂംസ് ആണ് കേട്ടോ, കൾട്ടിവേറ്റിംഗ് മഷ്റൂംസ്. ഓക്കെ അല്ലേ? കൂൺ കൃഷിയാണ് നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പൗൾട്രി ഫാമിംഗ് ആണ് അല്ലെ. പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴിക്കൃഷിയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലാണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഇതിലേത് വരും എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഫോളോയിങ് പോലെ ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ ഒരു ടാബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡിനെയും ബേസിനെ കുറിച്ചുമാണ് അല്ലെ. ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് അല്ലേ. ആസിഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതേപോലെ ബേസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആസിഡ്സ് അല്ലെ. ആസിഡുകളുടെ പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് വൺ സോർ ടേസ്റ്റ്, പുളിരുചിയാണ്. ആസിഡുകൾക്ക് പുളിരുചിയാണ് അല്ലെ. പിന്നെയോ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നമുക്ക് ബേസുകളെ കുറിച്ച് നോക്കാം. ബേസുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? ആൽക്കലൈൻ ടേസ്റ്റ് ആണ് അല്ലെ, കാര രുചിയാണ്. ആൽക്കലൈൻ ടേസ്റ്റ്, കാര രുചി. നെക്സ്റ്റ് പോയിന്റ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെയുള്ളൊരു പ്രത്യേകതയാണ് സ്ലിപ്പറി അല്ലെ, വഴുവഴുപ്പുണ്ട്. ബേസുകൾക്ക് വഴുവഴുപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു. ഓർക്കുന്നില്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാബിൾ ആണ്. ഓരോ ഭക്ഷ്യവസ്തുക്കളില് അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ബട്ടർ മിൽക്ക് അല്ലെ. ബട്ടർ മിൽക്ക്, കേർഡ് അല്ലെ, മോരും തൈരും. മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ. ലാക്റ്റിക് ആസിഡ് ആണ്. നെക്സ്റ്റ് വൺ വിനെഗർ ആണ്. വിനെഗറിൽ അടങ്ങിയിരിക്കുന്നത് അസെറ്റിക് ആസിഡ് ആണ്. അസെറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ലെമൺ ആണ്. ലെമണിൽ അല്ലെ, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ
ടമറിൻഡ് ആണ് അല്ലെ, പുളിയാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടർട്ടാറിക് ആസിഡ് ആണ്. എന്ത് ആസിഡ് ആണ് മക്കളെ? ടർട്ടാറിക് ആസിഡ് ആണ്. നെക്സ്റ്റ് വൺ ആപ്പിൾ ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഗൂസ്ബെറി ആണ് അല്ലെ, നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് അസ്കോർബിക് ആസിഡ്. ലാസ്റ്റ് വൺ ടൊമാറ്റോ ആണ് അല്ലെ, തക്കാളിയാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഒക്സാലിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതെല്ലാമാണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുക. ചാലക കമ്പി, സ്വിച്ച്, അതേപോലെ ബാറ്ററി, പ്രകാശിക്കുന്ന ബൾബ് എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് വരയ്ക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ അതിന്റെ ചിഹ്നങ്ങളെ ഉപയോഗിച്ചാണ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓരോ ഉപകരണത്തിന്റെയും ചിഹ്നങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ സർക്യൂട്ട് വരയ്ക്കാനുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഉപകരണത്തിന്റെയും സിമ്പല് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. വളരെ കുറച്ച് ഉപകരണങ്ങളാണുള്ളൂ പഠിക്കാൻ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ ഓരോ ഉപകരണത്തിന്റെയും അതേപോലെ അതിന്റെ ചിഹ്നങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുക. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ ഈ സർക്യൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അടഞ്ഞ സർക്യൂട്ടും അതേപോലെ തുറന്ന സർക്യൂട്ടും അല്ലെ. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്. അപ്പൊ എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്, എന്താണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് ധാരണയുള്ള കുട്ടിക്ക് മാത്രമാണ് കൃത്യമായിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആണ്. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് എ ഓപ്പൺ സർക്യൂട്ട്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ്. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ നിങ്ങളോട് പ്രകാശിക്കുന്ന ബൾബാണ് വരയ്ക്കാൻ പറഞ്ഞത് അല്ലെ. ബൾബ് പ്രകാശിക്കുന്ന ഒരു സർക്യൂട്ടാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ക്ലോസ്ഡ് സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. പ്രകാശിക്കാത്ത ബൾബുള്ള സർക്യൂട്ടാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഓപ്പൺ സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ എന്താണ് ഓപ്പൺ സർക്യൂട്ട്, എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ? നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ എന്തൊക്കെയാണ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? ഹൈഡ്രോളിക് പവർ സ്റ്റേഷനിലെ ജലവൈദ്യുത നിലയം, അതേപോലെ തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയം, നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ ആണവോർജ നിലയം, വിൻഡ് മില്ല്, കാറ്റാടി പാടം, സോളാർ പാനൽ എന്നിവയാണ്. അപ്പൊ ഇവയുടെ പേര് മാത്രമല്ല ഇങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എന്നും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാല് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇത് കൂടാതെ വൈദ്യുതിയുടെ ഉപയോഗത്തെ കുറിച്ചുള്ള വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതേപോലെ വൈദ്യുതി വേസ്റ്റ് ആക്കണം. വൈദ്യുതി വേസ്റ്റ് ആക്കുന്നതിന് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, അതേപോലെ വൈദ്യുതി ഷോക്ക് ഏറ്റ ആളെ സംരക്ഷിക്കാൻ നമ്മൾ ഫസ്റ്റ് എയ്ഡാണ് നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ കൂടെ
ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം ഫുള്ളിലേക്ക് ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി എക്സാം അറ്റൻഡ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, കൃത്യമായ വായന നടത്താനുള്ള സമയവും നിങ്ങൾക്കുണ്ട്. സ്കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ എഴുതുന്നത്, അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.